ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ജയ്സാൽമീർ ഡേയ്സ് 2 ആണിത്. ഫസ്റ്റ് ഡേ നമ്മളെല്ലാവരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു മുൻപ്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ വേഗം ചാനലിൽ കയറുക, ആ വീഡിയോ കാണുക. ബിക്കോസ് അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ സെക്കൻഡ് ഡേ എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്, അതിൻ്റെ വിശേഷങ്ങളായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. Now I am eating aloo paneer പൊറാട്ട. നല്ല രസമുണ്ട്. ചൂടോടെ കഴിക്കുമ്പോൾ നമ്മൾ മാങ്ങാച്ചാറിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. ആൻഡ് വെൻ നമ്മുടെ ഷെഫ് ചോദിച്ചു എന്താ വേണ്ട, ആലു പൊറോട്ട വേണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആലോചിച്ചു. കാര്യം ഞാൻ മുന്നേ ആലു പൊറോട്ട കഴിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പനീറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എടുക്കട്ടെ. അപ്പോൾ ഓക്കെ പറഞ്ഞു. പക്ഷെ ഇത് രസമുണ്ട്, ശരിക്കും ആലു പൊറോട്ട രസമുണ്ട്. പക്ഷെ നമ്മൾ എവിടെ നിന്ന് കഴിച്ചപ്പോഴും ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ ഭയങ്കര വിയേർഡായിട്ടാണ് ഫീൽ ചെയ്തത്. വിയേർഡ് എന്ന് പറഞ്ഞാൽ അത്ര അച്ചാറും കൂട്ടി കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് പോലെ. പിന്നെ കേടും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് കഴിക്കുമ്പോൾ. ഒരു കോമ്പിനേഷനും ഇല്ലാത്ത 3 സാധനങ്ങൾ കൂട്ടി കഴിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ദിസ് ടൈം എനിക്ക് ഇഷ്ടമാവുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഇവിടുന്ന് രാത്രി കഴിച്ചത് ശരിക്കും കേരളത്തിലത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് പോലെ തോന്നി. അപ്പോൾ ഓക്കെ 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 ഇത് അടിപൊളിയായിട്ടുണ്ട്. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. അതൊക്കെ കഴിച്ചോണ്ടിരിക്കുക. ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇത് കണ്ടേ. പപ്പട We are going to that temple. Which temple? That one. ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. മാത്രമല്ല ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിരുന്നുള്ളൂ. ആൻഡ് ഇത് നമ്മളവിടെ ഫോട്ടോ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മോൻ വന്നിട്ട് പറഞ്ഞു ഞാൻ മാജിക് കാണിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട കുറേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പ്ലീസ് മാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ എങ്കിൽ ഓക്കെ നീ കാണിച്ചോ എന്ന് പറഞ്ഞു. അപ്പം അവൻ അടിപൊളിയായിരുന്നു. അവൻ്റെ മാജിക് ഷോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. मेरा जादू का पिलूट एंड मैजिशियन, जादू का पिलूट इनसाइड दिस लुकिंग पावराइटा लेकर आओ। जादू का रूपी बनाया है, मजा नहीं है। जादू का 2 रूपी फूक लगाएंगे मैम. चेक इट रूपी नो वन ओके पुट यू है लुकिंग सी मैम. सूप ले फूक लगाओ, जल्दी फेंको मैम. नीचे दे दो मैम. 12. अरे मैम गरीब आदमी के साथ मजाक नहीं करते, जल्दी डालो. क्या सिक्का डालो नहीं है? नहीं सही कह रहे हो मैडम जी. थोड़ा सा कतनूनी लाओ. देख लो मैडम जी ने पतलून मैम नाराज मत होना, की बात होती है. देखो मैम 1 2 3 मैम ध्यान लगाना. जादू की 2 कटोरी है मैम. ओके मैम. जादू की 2 कटोरी है, 3 बाउल है. 1 बाउल है, 2 बाउल है, 3 बाउल. आज काली में बोल जाएगी मुंबई. भूख लगाएंगे. चलो मुंबई जाओ. चली जाना, दौड़ी जाना, भाग जाना, चली जाना. मैम मुंबई गई. इधर में नहीं है मैम. मुंबई वो मैम मुंबई ये जाएगी दिल्ली. भूख लगाएंगे मैम. 1 2 3 दिल्ली. मैम ये जाएगी गुजरात. क्या करिए तलाव. അപ്പം ഞങ്ങൾ ഇവൻ്റെ മാജിക് ഷോ കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതൊക്കെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു. കമ്പനി ആയതിനു ശേഷമാണ് പോയത് ആൾ. ഞങ്ങൾ ആളോട് സംസാരിച്ചു. അപ്പോൾ ആൾ പഠിക്കുന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് വലിയ മെജീഷ്യൻ ആവണം എന്നാണ് ആഗ്രഹം. അങ്ങനെയൊക്കെ സംസാരിച്ചു. അച്ഛനും മെജീഷ്യനാണ്, അച്ഛനെ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ കുറേ അതിനുശേഷം ഞങ്ങൾ പിന്നെയും ഫോട്ടോ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നടന്നുകൊണ്ടിരുന്നു. മെയിൻ അതാണ് യാത്രയിൽ. അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ നടക്കാനുള്ള ദൂരം തന്നെയേ ഉള്ളൂ. ഒരു ഫോട്ടോയിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ആൻഡ് ഇതായിരുന്നു ഫോർട്ടിൻ്റെ മൊത്തത്തിൽ നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു കേട്ടോ. നമ്മൾ അകത്ത് കയറിയില്ല, പുറമെ തന്നെ
അത്രയും ഉഷാറായതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയില്ല. പിന്നെ ഇതാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ്. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു സൺസെറ്റ് പോയിന്റിലോട്ട് നടന്നു. പിന്നെ ഈ സൺസെറ്റ് പോയിന്റിൽ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോസ് ഇപ്പോൾ കാണിച്ചു തരാം. ഒന്നിതാണ്. ആൻഡ് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിരുന്നു. നല്ല രസമുള്ളൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. ആൻഡ് ഓൾസോ അവിടെ ഇങ്ങനെ ഇരുന്ന് നല്ല കാറ്റ്, ജയ്സാൽമീറിൻ്റെ ഏകദേശം മൊത്ത ഭംഗി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ്. അതിനുശേഷം ഞങ്ങൾ ലോക്കൽ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. ലോക്കൽ മാർക്കറ്റിൽ അവിടുത്തെ ജയ്സാൽമീറിലത്തെ ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫ്രൂട്ട്സ് മേടിച്ചു. കാരണം ഇന്ന് വൈകുന്നേരം നമ്മൾ ഇനി പോകും. ഇവിടുന്ന് പോകുമ്പോൾ ട്രെയിനിൽ നിന്നൊക്കെ കഴിക്കാമല്ലോ കരുതി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിരുന്നു. ആൻഡ് കുറച്ച് പ്രാവുകളെ കണ്ടപ്പോൾ ഗായ്സ്, അപ്പം നമ്മൾ ജയ്സാൽമീർ മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ സ്വീറ്റ്സ് മേടിച്ചു നമ്മൾ. പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. മഞ്ഞൾ കാണുന്നുണ്ട്, പച്ചക്കറികൾ കാണുന്നുണ്ട്. അപ്പോൾ ജയ്സാൽമീർ മാർക്കറ്റിൽ പോയി, ഇന്ന് ഫോർട്ട് പോയി, കുറേ സ്ഥലത്തൊക്കെ പോയി. വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇന്ന് ഈവനിങ് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. മുംബൈയിലോട്ട് ട്രെയിൻ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഹാരിയാണ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് ആക്കി തരുന്നത്. അപ്പം ഞാനും ഷാദിയും കൂടെ അവൻ്റെ കൂടെ വേഗം കയറി. നോക്കുമ്പോൾ സമയം ഉണ്ടായിരുന്നില്ല തീരെ. നമുക്ക് ATM പോകണമായിരുന്നു. ബിക്കോസ് നമ്മുടെ കയ്യിൽ ലിക്വിഡ് മണി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തു കേട്ടോ അവിടെ നിന്ന്. കാര്യം അവിടെ എത്തുമ്പോൾ തന്നെ ട്രെയിൻ എടുക്കാനായിട്ടുണ്ടായിരുന്നു, ATM കാണാനുമില്ല. അപ്പം നമ്മളൊരാളോട് സംസാരിച്ച് അയാളോട് GPay ചെയ്തു കൊടുത്തു. ഫോണിൽ ചാർജും ഇല്ല, എല്ലാം കൂടെ നമ്മൾ GPay ചെയ്തു കൊടുത്തു. അങ്ങനെ ട്രെയിൻ കിട്ടി. ട്രെയിനിൽ കയറിയിരുന്നു, മുംബൈയിലെത്തി. ഇപ്പം നമ്മൾ മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേരളത്തിലുള്ള ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾക്ക് ലേഡീസിൽ കയറി നോക്കുമ്പോൾ ഒരാളും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ രണ്ടുപേരും മാത്രമായിരുന്നു കാസർഗോഡ് വരെ ട്രെയിനിലുണ്ടായിരുന്നത്. കാസർഗോഡ് നിന്നാണ് കുറച്ച് ചേച്ചിമാർ കയറിയത്. അപ്പോൾ അതിലിടക്കൊരു പോലീസ് വന്നിട്ട് പറഞ്ഞു ഡോർ എപ്പോഴും ക്ലോസ് ചെയ്തിട്ടുള്ളൂ, അതിന് ആരെങ്കിലും വന്നാൽ മാത്രം തുറന്നു കൊടുത്താൽ മതിയെന്ന്. സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സൺസെറ്റ്. നമ്മുടെ ട്രിപ്പിൻ്റെ അവസാനം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. കാര്യം നമ്മളിങ്ങനെ ബായ് പറയുമ്പോൾ എല്ലാവരും സങ്കടമാവും. അപ്പോൾ ഈ യാത്ര ഏറ്റവും അടിപൊളിയായത് ജയ്സാൽമീറിലുള്ള ആളുകളായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ കമൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. സോ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. വൺസ് അഗെയിൻ താങ്ക് യു.